കഥ നാരദന്റെ ഭക്തിയും ഒരു കർഷകനും. ഒരു ദിവസം നാരദ മഹർഷി അഭിമാനത്തോടെ വിഷ്ണുവിനെ സമീപിച്ചു. പ്രഭോ, ലോകത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭജിക്കുന്നത് ഞാനാണ്. എന്നേക്കാൾ വലിയ ഭക്തൻ ആരുമില്ല എന്ന് പറഞ്ഞു. വിഷ്ണു ചെറുതായി പുഞ്ചിരിച്ചു. നാരദ, നീ നല്ല ഭക്തനാണ്. പക്ഷേ നിനക്കൊരു ചെറിയ പരീക്ഷണമുണ്ട്, അവൻ പറഞ്ഞു. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷകനുണ്ട്. അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ. നാരദന് വിശ്വാസം വന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ, അവൻ എങ്ങനെ എന്നേക്കാൾ വലിയ ഭക്തനാകും? വിഷ്ണു പറഞ്ഞു, നീ പോയി അവനെ കാണൂ. നാരദൻ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു കർഷകൻ പുലർച്ചെ എഴുന്നേറ്റ് നാരായണ എന്നൊരിക്കൽ വിളിച്ചു. അതിനുശേഷം മുഴുവൻ ദിവസം വയലിൽ ജോലി. സന്ധ്യയ്ക്ക് വീട്ടിലെത്തി. മറികൂടി നാരായണ എന്നു പറഞ്ഞു ഉറങ്ങും. ഇത് കണ്ട നാരദന് ചിരി വന്നു. ഇവനാണോ വലിയ ഭക്തൻ? ഞാൻ ദിവസവും 1000 പ്രാവശ്യം നാരായണ എന്ന് ജപിക്കുന്നു. അവൻ തിരികെ വിഷ്ണുവിനരികിലേക്ക് പോയി. വിഷ്ണു പറഞ്ഞു, നാരദ, ഇപ്പോൾ നീ ഈ പാത്രമെടുത്തു പോവൂ. ഇതിൽ നിറഞ്ഞ എണ്ണയുണ്ട്. ഒരു തുള്ളി പോലും ചോരാതെ ലോകം ചുറ്റിവരണം. നാരദൻ ആത്മവിശ്വാസത്തോടെ പുറപ്പെട്ടു. മുഴുവൻ ശ്രദ്ധയും ആ പാത്രത്തെ. ഒരു തുള്ളി പോലും ചോരാതിരിക്കണം. വലിയ ശ്രദ്ധയോടെ തിരികെ എത്തി. വിഷ്ണു ചോദിച്ചു, നാരദ, നീ ലോകം ചുറ്റുമ്പോൾ എത്ര പ്രാവശ്യം നാരായണ എന്ന് വിളിച്ചു? നാരദന് തല താഴ്ത്തേണ്ടേണ്ടി വന്നു. ഒരിക്കൽ പോലുമില്ല പ്രഭോ. ഞാൻ മുഴുവൻ ശ്രദ്ധയും എണ്ണയിലായിരുന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ആ കർഷകൻ മുഴുവൻ ദിവസം ജോലി ചെയ്യുന്നു. കുടുംബം, ഉത്തരവാദിത്തം എല്ലാം നോക്കുന്നു. എന്നാലും അവൻ ദിവസത്തിൽ 2 പ്രാവശ്യം എന്നെ ഓർക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ. അതുതന്നെയാണ് യഥാർത്ഥ ഭക്തി. ഗുണപാഠം: ജീവിതത്തിൽ തിരക്കുകളുണ്ടായാലും ദൈവത്തെ മറക്കരുത്. അനവധി പ്രാവശ്യം ജപിക്കുന്നതല്ല ഭക്തി, ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഓർക്കുന്നതാണ് സത്യഭക്തി. അഹങ്കാരം പോലും ഭക്തിയെ നശിപ്പിക്കും. ഭക്തി എണ്ണമല്ല, ഹൃദയത്തിൻ്റെ സത്യമാണ്.